ഫ്രണ്ട്സ്, വെൽക്കം ടു തൂസ് കുക്ക് ബുക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. നമുക്ക് കാണാം. സിമ്പിളാണ്, വെറി സിമ്പിൾ. ആകെ 3 ഇൻഗ്രീഡിയൻസേ ഉള്ളു. ഒരു മുളക്, ചതച്ച മുളക്, വേപ്പില, സവാള, പിന്നെ നമ്മൾ ഉപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ എണ്ണയിലാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ ബീഫ് വേവിച്ചിട്ടുണ്ട്, ഉപ്പിട്ട്, വേറെ ഒന്നുമില്ല, സവാള ഒന്നും ഇട്ടിട്ടില്ല, ഒരു മസാല ഇട്ടിട്ടില്ല. ഇത് നല്ലോണം വറ്റണം, കാരണം വെള്ളം വന്നാൽ ഇത് കുഴഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ഡ്രൈ ആയി കഴിയുമ്പോൾ വേണം നമ്മൾ സവാള ഇടാൻ. കണ്ടോ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൽ മൊരിച്ചിടാന്ന ഓർത്തത്, പിന്നെ ഓർത്ത് വേണ്ട, അതിലേക്ക് തന്നെ ഇടാന്ന്. മുളക് ഇടുന്നതാണ്, കാരണം വേറെ മുളകൊന്നും ഇല്ല. അപ്പൊ ഇതാണ് ആകെയുള്ള നമ്മുടെ മസാല. വേപ്പില, നല്ലോണം വേപ്പില ഇടണം. സവാള നല്ലോണം ഇടണം. നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആക്കുകയാണെങ്കിൽ ഡ്രൈ ആക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ആക്കാം. വേണ്ട, ഇത് വേണമെങ്കിൽ ഇനിയും ഡ്രൈ ആകും, പക്ഷെ ടേസ്റ്റാണ്. വെറുതെ ഗ്രേവി ഒന്നും വേണ്ട. ഉണക്കച്ചോറും ഇതും അടിപൊളി, പിന്നെ ചപ്പാത്തിയും ഇതും അടിപൊളി. ബ്രെഡ് എല്ലാം കൊള്ളാം, പക്ഷേ ചോറിനല്ലേ ഇട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആകെ 3 സാധനം മാത്രമേ ഉള്ളൂ. അപ്പം മാത്രമല്ല, പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സവാള ഇതിനു വേണ്ടി ഇട്ടത്. പക്ഷെ അത്രയും സവാള ഇട്ടാലേ നമുക്ക് അതിന് ടേസ്റ്റ്. ലാസ്റ്റ് നമുക്ക് ഡ്രൈ ചോറില്ലേ, നല്ല ഉണക്കച്ചോറ്, ഇതും മതി. പിന്നെ ചപ്പാത്തിക്കായാലും, അല്ലെങ്കിൽ വെറുതെ നമുക്കൊരു സ്മോളൊക്കെ അടിക്കണമെങ്കിലൊക്കെ ആണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പൊ അവർക്കൊക്കെ കഴിക്കാൻ വെറുതെ ഇങ്ങനെ നല്ല എരിയുണ്ടാവും, എല്ലാം കൊണ്ട് ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക, അപ്പം അറിയാൻ പറ്റും. ഓക്കെ, ദെൻ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.